നമസ്കാരം. വനവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കുട്ടമ്പുഴ ഉരുളനണ്ടിയിൽ നിന്നും ഏകദേശം 3 കിലോമീറ്ററോളം വനത്തിലൂടെ യാത്ര ചെയ്താൽ എത്തുന്ന പിണോർക്കുടി എന്ന് പറഞ്ഞ ട്രൈബൽ സെറ്റിൽമെൻറ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ പൂയംകുട്ടിയിൽ നിന്നും പിണോർക്കുടിക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. പോകുന്ന വഴികളിലുള്ള കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് പോകാം. ഇവിടെ നിന്നും 12 കിലോമീറ്റർ ഉണ്ട് കുട്ടമ്പുഴയ്ക്ക്. കുട്ടമ്പുഴ നിന്നാണ് നമ്മൾ ഉരുളൻതണ്ണി വഴി പിണോർക്കുടിക്ക് പോകുന്നത്. കുട്ടമ്പുഴ പിന്നിട്ട് നമ്മൾ ഉരുളൻതണ്ണിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ കാണുന്ന വലത്തോട്ടുള്ള വഴിയെ പോയാൽ നാച്ചേരി ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ മുമ്പ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരതൊന്ന് പോയി കാണുക. നമുക്ക് നേരെ പിണോർക്കുടിക്ക് പോകാം. ഇവിടെ നിന്നും ഇടത്തേക്ക് പോകുന്നതാണ് പന്തപ്ര മാമലക്കണ്ടം റൂട്ട്. നേരെ പോകുന്നത് പിണോർക്കുടി. പന്തപ്ര ആദിവാസി ഊരിലെ സ്വാമിയൂട്ടിൻ്റെ ഒരു വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ കാട്ടാനശല്യം രൂക്ഷമായതിനാൽ റോഡിൻ്റെ ഇരുവശവും അടിക്കാടൊക്കെ വെട്ടിത്തെളിച്ച് ദൂരക്കാഴ്ചയ്ക്ക് വേണ്ടി ഒരുക്കി നിർത്തിയിട്ടുണ്ട്. കാണാൻ വളരെ ഭംഗിയുള്ളൊരു വനപ്രദേശമാണിത്. ഇവിടെ വിവിധ ഗോത്രങ്ങളിലായി 600ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. അതിൽ പ്രധാനമായും മലേറിയൻ, ഉള്ളാടൻ, മുതുവാൻ എന്നീ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് താമസിക്കുന്നത്. യാത്രാ സൗകര്യമായിട്ട് ഇവിടുന്ന് 15ഓളം സർവീസ് ബസ്സുകൾ കോതമംഗലത്തേക്കുണ്ട്. അപ്പോൾ നമ്മൾ കാട് കഴിഞ്ഞതേ ആൾ താമസമുള്ള ഏരിയയിലേക്ക് കടക്കുവാണ്. നമ്മൾ വന്ന് കയറുന്ന സ്ഥലമാണ് വെളിത്തോറമ്പ്. മലേറിയൻ, മുതുവാൻ, ഉള്ളാടൻ എന്നീ ഗോത്ര വിഭാഗങ്ങളാണ് ഇവിടെ അധിവസിക്കുന്നത്. കൂടാതെ ഒരു ബോയ്സ് ഹോസ്റ്റലും ഒരു ഹൈസ്കൂളും ഈ ഊരിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിണോർക്കുടി, മുക്ക്, ആനന്ദംകുടി, അങ്ങനെ വളരെ വിസ്തൃതമായ ഒരു ഏരിയയാണ് പിണോർക്കുടി. വന്യമൃഗശല്യം വളരെ രൂക്ഷമായൊരു ഏരിയയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രെഞ്ചിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ഭാഗം പൂർത്തീകരിച്ചിട്ടുമുണ്ട്. ഇതൊരു ഇടവഴിയാണ്. താഴേന്ന് നോക്കിയപ്പോൾ നല്ല ഭംഗി തോന്നിയതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടൊന്ന് കയറി വന്ന കേട്ടോ. പിണോർക്കുടിയിലെ പബ്ലിക് ലൈബ്രറിയും ക്ലബ്ബുമാണിത്. കബനി എന്നാണ് ലൈബ്രറിയുടെ പേര്. യുവ എന്ന ക്ലബിൻ്റെ പേരും. വിവിധ ആഘോഷ പരിപാടികളും സെമിനാറുകളും ബോധവൽക്കരണ ക്ലാസ്സുകളും നടത്തിപ്പോരുന്നൊരു സ്ഥാപനമാണിത്. ലഹരിക്കെതിരെ ഒരു കൂട്ടയോട്ട മത്സരവും ഈയിടെ ഇവിടെ നടത്തിയിരുന്നു. അതിന് തൊട്ട് ചേർന്നായിട്ട് ഇവിടുത്തെ കമ്മ്യൂണിറ്റികളും കാണാം. എല്ലാവിധ സൗകര്യങ്ങളുള്ള വളരെ വലിയൊരു കമ്മ്യൂണിറ്റികളാണ് ഇവിടെ ഉള്ളത്. മട്ടി പ്ലാന്റേഷൻ കഴിഞ്ഞ് പാലം കടന്ന് കയറി ചെല്ലുന്നതാണ് പിണോർക്കുടി സെൻറ്റർ. 2 പോത്തൂട്ടന്മാർ നടന്നു പോകുന്നതാണ് ഇവിടെയുള്ള പഴയ നടപ്പാലം. ഈ കാണുന്നതാണ് പിണോർക്കുടി ഗവൺമെൻറ് ഹൈസ്കൂൾ. മാമലക്കണ്ടം ഹൈസ്കൂൾ പോലെ തന്നെ പ്രകൃതി രമണീയമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ സ്കൂളും സ്ഥിതി ചെയ്യുന്നത്. ഇതിനോട് ചേർന്നായിട്ട് ബോയ്സിനുള്ള ഹോസ്റ്റൽ സൗകര്യമുണ്ട്. തൊട്ട് ചേർന്ന് ഒരു ആയുർവേദ ഡിസ്പെൻസറിയും നേരെ ഫ്രണ്ടിലായി പൊതു കളിസ്ഥലവും സ്ഥിതി ചെയ്യുന്നു.
ഇപ്പോൾ 2 മലകൾക്ക് നടുവിലായിട്ട് വളരെ നിരന്നൊരു പ്രദേശമാണ് പിണോർക്കുടി എന്ന് പറയുന്നത്. ഇവിടെ കാട്ടാനശല്യം രൂക്ഷമായ സ്ഥലങ്ങളിൽ ഫ്രഞ്ചിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ 1-2 പേര് ഇങ്ങനെ കാട്ടാനാക്രമണത്തിൽ മരണപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ തൊട്ടപ്പുറത്തായിട്ടൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് സ്ഥിരം കാട്ടാനകൾ ഇറങ്ങുന്ന വഴികളിൽ എല്ലാം ട്രെഞ്ചിൻ്റെ പണി നടക്കുന്നുണ്ട്. കൃഷി ആശ്രയിച്ചാണ് ഇവിടുത്തെ ഒട്ടുമിക്കാലും ആളുകൾ ഉപജീവനം കഴിഞ്ഞു പോകുന്നത്. പിന്നെ കുട്ടമ്പുഴ പഞ്ചായത്തിലെ 13ഓളം ട്രൈബൽ സെറ്റിൽമെൻറ്റ്സ് ഉണ്ട് മൊത്തം. അതിൽ ഏറ്റവും അധികം സർക്കാർ ഉദ്യോഗസ്ഥരുള്ള ഒരു സെറ്റിൽമെൻറ്റാണ് പിണോർക്കുടി. അപ്പോൾ ഇത് മറ്റേ നമ്മളാ ചൂല് കിട്ടുന്ന വള്ളിയല്ലേ, സാധാ വള്ളി. പക്ഷെ അതാ 2 വള്ളി ഇട്ട് കഴിയുമ്പോൾ അതെ. നമ്മൾ പിണോർക്കുടിയിൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ മാമൻ ഉണ്ടാക്കുന്ന വെറൈറ്റി കൊട്ടകളാണ് കേട്ടോ. നോക്കി, പിടിയൊക്കെ നല്ല എന്ത് ഭംഗിയാന്ന് നോക്കി. പൂക്കൂട പോലത്തെ കൊട്ട. ഇത് ഫുള്ള് ഈറ്റ വെച്ചാട്ടോ ആണ് നിൽക്കുന്നത്. നല്ല നല്ല ബലമുണ്ട്. ഇതുണ്ടോ, ഈ ഡിസൈൻ മാത്രമാണ് പ്ലാസ്റ്റിക് വള്ളിയിൽ ചെയ്തേക്കുന്നത്, ബാക്കി ഇത് ഫുള്ള് ഈറ്റ. അപ്പോൾ ഈ സൈസ് വെറൈറ്റി കൊട്ടകളൊക്കെ ആണെങ്കിൽ ഇവർ ഉണ്ടാക്കി കൊടുക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ കൊടുത്തേക്കാം. ചേട്ടനാട്ടോ ഇത് ഉണ്ടാക്കുന്നേ. ഇതിപ്പം പല പല വെറൈറ്റികളിൽ ഉണ്ടാക്കണല്ലേ. ഇത് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് അവർ പറയുന്ന രീതിയിൽ ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. എന്നാലും ഇത് ഒരെണ്ണം ഉണ്ടാക്കാനായിട്ട് നല്ല സമയം എടുക്കില്ലേ? നല്ല സമയം എടുക്കാം. അപ്പോൾ ഈ ചേട്ടൻ്റെ നമ്പരും ഇത് നമ്മുടെ വീഡിയോയിൽ കൊടുക്കും കേട്ടോ. ഇത് ഈ മോഡൽ വെറൈറ്റി സാധനങ്ങൾ ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടാൽ മതി. ഇതുണ്ടോ, വെറും പേന വെച്ച് വരച്ച പടങ്ങളാട്ടോ ഇതൊക്കെ. കണ്ടോ, പല്ലി ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട് ചെറുതേമ്പഴീന്. ഇതിന് പൊട്ടിയ കണ്ണാടി കൊണ്ട് ശിവഗംഗ. നമ്മുടെ ഈ ചേട്ടനായി പടം എല്ലാം വരച്ചേക്കുന്നത്. വെറും പേന മാത്രം ഉപയോഗിച്ച്. താഴെ കളർ ചെയ്തേക്കുന്നത് അത് പേന തന്നെയല്ലേ, എല്ലാം പേനയല്ലേ. ശിവഗംഗ അതാട്ടോ തൂലികാനാമം. അപ്പൊ കൊള്ളാം. നമ്മുടെ കൊട്ട ഉണ്ടാക്കുന്ന ചേട്ടന്റെ അനന്തരവനാണിത്. പേര് കേശവൻ. ആ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.